ബഹ്റൈനിലെ ആമസോൺ ഇൻഫ്രാസ്ട്രക്ചറിൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയെന്ന് IRGC അഭിപ്രായപ്പെട്ടു. ഇത്രയും ദിവസം ഇറാനെ ആക്രമിക്കുമ്പോൾ അവർ നടത്തിയിരുന്ന പ്രത്യാക്രമണം US ബേസുകളിലേക്കായിരുന്നു എങ്കിൽ ഇപ്പോൾ US സ്പോൺസേഡായിട്ടുള്ള ടെക് ഭീമന്മാരുടെ ഇൻഫ്രാസ്ട്രക്ചറുകളെയും ഇറാൻ ലക്ഷ്യം വെക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ബഹ്റൈനിലുള്ള ആമസോൺ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് നടത്തിയ ആക്രമണം. ഇതൊരു പുതിയ യുദ്ധതന്ത്രമാണെന്നാണ് ഈ യുദ്ധത്തെക്കുറിച്ച് പറയുന്നവർ വിലയിരുത്തുന്നത്. കാരണം ഇറാനെ അമേരിക്കയും ഇസ്രയേലും ആക്രമിച്ചപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ആക്രമണങ്ങൾക്കെല്ലാം പ്രത്യാക്രമണം നടത്തുക, ഹോർമിസിൻ്റെ പ്രതിരോധവും അതുപോലെ തന്നെ മറ്റ് അടുത്തുള്ള രാജ്യങ്ങളിലെ കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ, UAE ഒക്കെ അടക്കമുള്ള GCC രാജ്യങ്ങളിലെ US ബേസുകൾക്കും അനുബന്ധ ഇൻഫ്രാസ്ട്രക്ചറുകൾക്കുമാണ് എതിരെ ആക്രമണം നടത്തിയത്. അതിൽ നിന്ന് മാറി കഴിഞ്ഞ ദിവസം ചെയ്തത് ഡീസാലിനേഷൻ പ്ലാന്റും പവർ പ്ലാന്റിലേക്കും കുവൈറ്റിൽ ആക്രമണം നടത്തിയതാണ്. കുവൈറ്റ് അതിന് ഇറാനിയൻ അംബാസിഡറെ വിളിച്ച് ശാസിക്കുകയും ദേഷ്യപ്പെടുകയും പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അങ്ങോട്ട് മാറ്റിവെച്ചാൽ കഴിഞ്ഞ ദിവസം ബഹ്റൈനിലെ ആമസോൺ ഇൻഫ്രാസ്ട്രക്ചറിന് അടിച്ചത് അമേരിക്കയെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തികളും ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ള യൂറോപ്യൻസ്, പ്രത്യേകിച്ച് അമേരിക്കക്കാരും ഇസ്രയേലുകാരും ഒക്കെ കൂടുവിട്ടോടുന്നത് പോലെ കുറ്റിയും പറിച്ച് പോയിരിക്കുന്നൊരവസ്ഥയാണ് ആ രാജ്യങ്ങളിലുള്ളത്. പല രാജ്യങ്ങളും ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടും വിനോദസഞ്ചാരമൊക്കെ കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സും സംവിധാനങ്ങളുമൊക്കെ ഒഴുകിപ്പോയപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം അവിടെ നിൽക്കുമ്പോഴാണ് വലിയ പരിക്കുകളില്ലാതെ അമേരിക്കൻ ടെക് ഭീമന്മാരുടെ കമ്പനികൾ പല സ്ഥലത്തും GCCയിൽ പ്രവർത്തിക്കുന്നത്. അവരുടെ സംവിധാനങ്ങളിൽ ഈ യൂറോപ്യൻസ് അല്ലാതെ അവിടെ തന്നെയുള്ള ആളുകളും തദ്ദേശീയരും അതുപോലെ അമേരിക്കക്കാരല്ലാത്ത മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമൊക്കെ പണിയെടുത്താണ് മുന്നോട്ട് പോകുന്നത്. ആമസോൺ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ തകർത്താൽ മണിക്കൂറുകളിൽ കോടിക്കണക്കിന് രൂപയാണ് നഷ്ടമുണ്ടാകുന്നത്. അത്തരം ടെക് ഭീമന്മാരുടെ വരുമാനം കൂടിയാണ് അമേരിക്കയുടെ സാമ്പത്തിക ശക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. ഇനി അതുകൊണ്ട് ഈ മേഖലയിലെ ടെക് ഭീമന്മാരെ ഉന്നം വെക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യമായി ഇറാൻ ഇപ്പോൾ ഒരു സൂചന നൽകി IRGC തുടങ്ങി വച്ചിരിക്കുന്നത്. ആ സ്ഥാപനങ്ങളുടെ ജിയോ കോർഡിനേറ്റ്സുകൾ റഷ്യയും ചൈനയും വളരെ കൃത്യമായി ഇറാന് നൽകുന്നുണ്ട്. അത്തരം സ്ഥാപനങ്ങളിലേക്ക് ആക്രമിച്ച് അതിനെ തളർത്തുക എന്ന് പറഞ്ഞാൽ ഒന്നാമത് അല്പം പണവും സംവിധാനവും ഉള്ളത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നാണ്. അവിടെ നിന്നാണ് കൂടുതൽ ഇൻകം ഏൺ ചെയ്യുന്നത്. അവിടെയാണ് സംവിധാനങ്ങളുടെ ഒരു ഹബ്ബായി അവർ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ UAEയിലോ മറ്റൊരു സ്ഥലത്തോ സ്ഥാപിക്കുന്ന ഹബ്ബ് എൻ്റയർ GCCയുടെ ഓപ്പറേഷൻസും മറ്റു പല രാജ്യങ്ങളുടെ സംവിധാനവുമൊക്കെ നിലകൊള്ളുന്ന സ്ഥലമാണ്. അവിടേക്കാണ് ഇപ്പോൾ ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ നിരവധിയായ ഈ ടെക് ഭീമന്മാരും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ടിംഗ് ഏജൻസിയുമൊക്കെ അമേരിക്കൻ കമ്പനികൾ ധാരാളമായുണ്ട് ഇവിടങ്ങളിൽ. ഇനി ആ കമ്പനികൾ കേന്ദ്രീകരിച്ചായിരിക്കുമോ എന്ന ആശങ്ക ഗൾഫ് എക്കോണമിയെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഏതായാലും ഇത്തരമൊരു ആക്രമണം അപ്രതീക്ഷിതമായിരുന്നുവെന്നും അതിനെ മാത്രം ചൂസ് ആൻഡ് പിക്ക് ചെയ്ത് അടിക്കുന്ന ഒരു സംവിധാനം അങ്ങനെ കണ്ണടച്ച് സാധ്യമല്ലെന്നും അതിൻ്റെ കൃത്യമായ ഇൻഫർമേഷൻ ലഭിക്കുന്നത് കൊണ്ടാണ് ഈ ആക്രമണങ്ങൾ സാധ്യമാകുന്നതുമെന്നുമാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇതൊരു പുതിയ വഴിത്തിരിവായിട്ടാണ് കണക്കാക്കുന്നത്.